ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിശബ്ദമായ ഒരു സാമൂഹിക മാധ്യമ വിപ്ലവം അരങ്ങേറുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു സാമൂഹിക മാധ്യമ അക്കൗണ്ട് കോടതിക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും വലിയ തലവേദനകളാണ് സൃഷ്ടിച്ചത്. അവരുടെ എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ ചെറുപ്പക്കാരാണ് അവരെ ഫോളോ ചെയ്യുന്നത്. വെബ്സൈറ്റിനും ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ തരംഗം ഇന്ത്യയിൽ അലയടിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം, പാറ്റകളെക്കുറിച്ച്, കോക്രോച്ചുകളെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം, യുവാക്കൾക്ക്, തൊഴിലില്ലാത്ത യുവാക്കൾ പാറ്റകളെപ്പോലെ പെരുകുന്നു, അവർ നാട് മുടിക്കുന്നു എന്ന നിലയിൽ സിസ്റ്റത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്ന പരാമർശമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഉത്ഭവത്തിന് കാരണമായത്. ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഇത് ചർച്ച ചെയ്യാൻ ശ്രീ ദാമോദർ പ്രസാദ് ഉണ്ട്. സ്വാഗതം ഈ ചർച്ചയിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ പ്രതിഭാസം പല രാജ്യങ്ങളിലും സംഭവിച്ചതാണ്. നമ്മുടെ ചുറ്റുപാടും പല രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതാണ്. ജൻസി വിപ്ലവം, കലാപം എന്നൊക്കെ നിലയിൽ ഇത് നേരിട്ടുള്ളൊരു കലാപമല്ല, മറിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വലിയ തോതിലുള്ള ഒരു തരംഗമായി മാറിയിരിക്കുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി അത് നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാമൂഹിക മാധ്യമ അക്കൗണ്ട്, എക്സ് അക്കൗണ്ട് മരവിപ്പിക്കാനായിട്ടുള്ള ആവശ്യം മെറ്റയ്ക്ക് മുന്നിൽ വന്നതും അവരത് നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രമാത്രം ഭരണകൂടത്തെയും അതുപോലെ തന്നെ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഒന്നാണോ ഈ പുതിയ പ്രതിഭാസം? ഈ പ്രതിഭാസം വളരെ നവീനമായ പ്രതിഭാസമാണ്. നമ്മുടെ സൗത്ത് ഏഷ്യയിൽ മാത്രമല്ല, അറബ് രാജ്യങ്ങളിൽ നമ്മൾ കണ്ട പോലെ സാമൂഹ്യ മാധ്യമമാണ് ഇതിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രം. അതിൽ നിന്നാണ് ഇത് വികസിച്ച്. പക്ഷേ അങ്ങനെ ഉത്ഭവിക്കണമെങ്കിൽ അത്രയും ആൾക്കാരിന് ഐക്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത്രയും വ്യക്തികളും അത്രയും ഇതിനോട് ആഭിമുഖ്യമുള്ളവരും അവിടെ സന്നിഹിതരായിരുന്നു. ആ സന്നിഹിതത്വവും ആ സാന്നിധ്യവും സർക്കാരിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സർക്കാർ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടാൻ കാരണങ്ങളുണ്ട് സർക്കാരിന്. കാരണം ഒന്നാമതൊരു ദുർബലമായൊരു സർക്കാരാണ്. നമ്മൾ പുറമേക്ക് കാണുന്ന സർക്കാരല്ല. കാരണം സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. തൊഴിലില്ലായ്മ പെരുകി വരുന്നു. സർക്കാരിൻ്റെ കൈപ്പിടിയിലല്ല ഒന്നും. ഈ അവസാനത്തെ നീറ്റ് പരീക്ഷയുടെ ഈ പരീക്ഷാ ചോർച്ച ദേശവ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിനെതിരെ വലിയ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം എത്രമാത്രം അതിന് രാഷ്ട്രീയം ഉപയോഗിച്ചു അല്ലെങ്കിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം വളരെ ഗൗരവത്തോടെ പരീക്ഷ കാണുന്ന ഒരു തലമുറയുണ്ട് ഇവിടെ. ആ തലമുറയെ വഞ്ചിച്ചു എന്നൊരു പ്രതീതിയാണ് അവർക്കുള്ളത്. ഇതാദ്യമായിട്ടല്ല പരീക്ഷ ലീക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമാണ്. അതുപോലെ സർക്കാരിൻ്റെ പല നടപടികളും ഒട്ടും തന്നെ യേശുന്നില്ല, ഒട്ടും തന്നെ ഗുണകരമായി വരുന്നില്ല. അതുപോലെ ആവർത്തിച്ച് നമ്മുടെ UPA കാര്യത്തിൽ ബെയിൽ നിഷേധിക്കുന്ന കാര്യം UPA ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ ബെയിൽ നിഷേധിക്കപ്പെടുന്നൊക്കെ ചെറുപ്പക്കാരുടെ വലിയ എന്തിനാണ് കാര്യം, വിമർശനങ്ങളില്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് ചെറുപ്പക്കാർക്ക് വലിയ ഉത്കണ്ഠകളുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠകളൊക്കെ അവിടെ നിൽക്കണം, അതിന് ഭയപ്പെടേണ്ടതാണ് എന്നൊരു തോന്നൽ സർക്കാരിന്. കാര്യം ആ ഭയം ഉണ്ടാവുന്ന തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ തന്നെയാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം, അയൽപക്ക രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് അതിനകത്ത് പ്രചോദനമായത്. സോഷ്യൽ മീഡിയ നിരോധനമാണ് നേപ്പാളിൽ വലിയ ഒരു വിഷയം മാറിയത്. ആ ഭരണമാറ്റത്തിലേക്ക് നയിച്ചു, വലിയ തോതിലുള്ള ഭരണമാറ്റം നയിച്ചു. ആ സർക്കാരിന് താഴെ മാത്രമുള്ള സർക്കാരിലെ അന്നത്തെ മന്ത്രിമാരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഭീതി ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇത് വിപുലമായൊരു സംവിധാനമായി മാറും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. കാരണം ഒരു ഒരു സാറ്ററിക്കലായിട്ടുള്ള ആക്ഷേപഹാസ്യം മുൻനിർത്തിയുള്ള ഒരു അക്കൗണ്ടിനപ്പുറം അത് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ പ്രതിഫലിക്കും. ഇത് ഒരു വിദേശത്തുള്ള ചെറുപ്പക്കാർ, അഭിജിത്ത് ദീപക് എന്ന ബോസ്റ്റൺ വിദ്യാർത്ഥിയാണ് തുടങ്ങിയെങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ അക്കൗണ്ടിൽ ചേരുകയും യുവാക്കളെല്ലാം ചേരുകയും ചെയ്യുന്നപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. അതിനെക്കുറിച്ച് കൃത്യമായി അവർക്കൊരു ഭയമുണ്ട്, ഭീതിയുണ്ട്. കാരണം അത് തങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഭീതിയാണ്. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് പെരുകുകയും ഇതൊരു സാമൂഹ്യ മുന്നേറ്റമായി മാറുകയും, കാര്യം ഇന്ത്യ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്, 70കളിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് പെരുകുകയും സാമൂഹ്യ മുന്നേറ്റം വരികയും സർക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർക്കാർ താഴെ തന്നെ പോകും. ഇത് കേന്ദ്രീകരിച്ച് സമരമായി മാറുള്ള, പ്രക്ഷോഭമായി മാറുള്ള സാഹചര്യമുണ്ട്. കാര്യം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ പല പ്രക്ഷോഭങ്ങളിൽ സർക്കാരിന് ശേഷമുണ്ട്. കർഷക പ്രക്ഷോഭം കണ്ടു, ഷഹീൻ ബാഗിലെ പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രക്ഷോഭം കണ്ടു.
അപ്പോൾ അതുപോലെ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ കിട്ടും എന്നുള്ള ഭീതിയുണ്ട്. ഈ ദാമോദർ പ്രസാദ് 70കളെ കുറിച്ച് പറഞ്ഞപ്പോൾ 70കളിൽ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്നു. ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ മൂവ്മെൻറ്റുകളായിരുന്നു അതിൽ. ഒന്ന് തീർച്ചയായിട്ടും. നക്സൽബാരി പ്രസ്ഥാനം, ബംഗാളിൽ നിന്ന് തുടങ്ങിയ നക്സൽബാരി പ്രസ്ഥാനം, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭണങ്ങൾ, സമ്പൂർണ്ണ വിപ്ലവത്തിലേക്ക് എത്തിച്ച പ്രക്ഷോഭണം, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നടന്ന ദലിത് പാന്തർ മൂവ്മെൻറ്റ്. ഇങ്ങനെ ഏകദേശം ഇത്തരം മൂവ്മെൻറ്റുകളൊക്കെ ഒരേ കാലത്ത് തന്നെയാണ് നടന്നത്. അതെല്ലാം ആ കാലത്തെ ചെറുപ്പക്കാരുടെ മൂവ്മെൻറ്റുകളായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു വളരെ ശക്തമായി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വലിയ മൂവ്മെൻറ്റുകളായി അത് മാറുകയും പിന്നീട് അധികം വൈകാതെ അടിയന്തരാവസ്ഥ വരുന്നു. 77-ൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പുറത്തു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഏകദേശം അതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ആണ് രൂപപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചലനം സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ആ സാമൂഹ്യ മാധ്യമത്തിലേക്ക് ഇത്രയധികം സപ്പോർട്ട് ഈ ഗ്രൂപ്പിന് വരുന്നത്. അപ്പോൾ അത് തെരുവുകളിലേക്ക് അത് വരുമോ എന്നുള്ള ഭയം സർക്കാരിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഇതൊരു ആക്ഷേപഹാസ്യത്തെ മാത്രം കേന്ദ്രീകരിച്ചൊരു അക്കൗണ്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. നമുക്കറിയാം ഒരുപാട് അങ്ങനെയുള്ള അക്കൗണ്ടുകളുണ്ട്. പക്ഷേ ഇത് ബി ജെ പിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനെക്കാളും കൂടുതൽ എക്സ് ഫോളോവേഴ്സിനെക്കാട്ടും കൂടുതൽ ഫോളോവേഴ്സ് വരികയും എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അത്രയും ഇതിനോട് ആമുഖിക്കുന്നുണ്ട്. മാത്രമേ പൊളിറ്റിക്കലായിട്ടാണ് അവർ പറയുന്നത്. ആക്ഷേപഹാസ്യമൊക്കെ പോവുകയും അത് കൃത്യമായ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ കൃത്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് വോട്ട് ചോരിയെ ബന്ധപ്പെട്ട് UAPA ചാർജ് ചെയ്യുന്ന വരെയുള്ള ആ വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഗൗരവമാണ് വിമർശനം, വളരെ ഗൗരവമായിട്ടുള്ള വിമർശനം നടത്തുന്നത്. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയത്തെക്കാൾ ഉച്ചത്തിലാണ് തങ്ങളുടെ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായ മാനിഫെസ്റ്റോ ആണ് അതിൻ്റെ അകത്തുള്ളത്. അത് എന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ യോജിക്കേണ്ട ആ ഒരു പബ്ലിക് കൺസേൺ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കാണിക്കുക. ഇത്രയും ജനകോടികൾ ഈ വിഷയത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള സർക്കാർ ഭീതിജനകമായ കാര്യം തന്നെയാണ്. ഈ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഏത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും? ആ സർക്കാർ അങ്ങനെ ഒരു ഭയവും ആകുലതയും ഉണ്ട്. അതുകൊണ്ടാണല്ലോ സർക്കാർ മൈൻഡ് ചെയ്യുന്നത്. നേരത്തെ സുനിൽകുമാർ ചോദിച്ച പോലെ ഇത് ഇന്ത്യ വിറ്റ്നസ് ആണ്. ഈ ചെറുപ്പക്കാരെ ആൾക്കാർ ഇന്നിപ്പോൾ BJPയിൽ പല ആൾക്കാരുണ്ട്. ആ ചെറുപ്പക്കാർക്ക് ആ കാലത്തെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ടാവും. ആ കാലത്ത് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ മൂവ്മെൻറ്റിന് ഒരു സവിശേഷ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവം ഇതിന് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ കേവലമായിട്ടുള്ള ആക്ഷേപഹാസ്യത്തിനപ്പുറം അത് രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങുന്നൊരു പലതും ട്രിഗർ ചെയ്യുന്ന ചെറിയ കാര്യം കൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ നേപ്പാളിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ബാനാണ് ട്രിഗർ ചെയ്തത്. ട്രിഗറിങ് പോയിൻ്റ് അതായിരിക്കും. ഇതിൽ ജസ്റ്റിസ് നേരത്തെ സുനിൽകുമാർ പറഞ്ഞ പോലെ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹമാണ് ഇങ്ങനെ വളരെ എന്താ പറയുക ഒരു വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനം വളരെ അരാഷ്ട്രീയമായിട്ട് വിമർശനം ഉന്നയിക്കുകയും അതൊരു ഇന്ത്യയിലെ സമൂഹത്തിലെ വലിയ അധിക്ഷേപം തന്നെയായിരുന്നു. ചെറുപ്പക്കാരെ ബാധിക്കുന്നതായിരുന്നു, ചെറുപ്പക്കാരെ മാനസികാവസ്ഥയെ ബാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ഇമ്മീഡിയറ്റ് റിയാക്ഷൻ പക്ഷേ പൊളിറ്റിക്കലായിട്ട് ആൾക്കാർ മുന്നിൽ യോജിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 കർഷക സമരവും അതുപോലെ ഷഹീൻ ബാഗ് സമരം നോക്കിയാൽ പ്രതിപക്ഷത്തിന് ഇത്രയും കാലം ചെയ്യാൻ പറ്റാത്ത കാര്യം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇന്ത്യയിൽ പ്രതിഷേധമുണ്ടെന്നും ഒരു അമർഷമുണ്ടെന്നും മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ആ ഷഹീൻ ബാഗ് സമരം ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചു, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചായിരുന്നു. കർഷക സമരം കർഷക നിയമത്തെക്കുറിച്ച്. ഇതല്ല, ഇത് വലിയ വിപുലമായ വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ വിപുലമായ വിഷയങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ കാണുന്നത്. ഒന്നിലധികം വിഷയങ്ങൾ, 5 വിഷയങ്ങളുടെ 5 വിഷയങ്ങളായി. ഒന്ന് രസകരം വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ്. ഒന്ന്, വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരെ രാജ്യസഭാ അംഗങ്ങളാക്കാൻ അനുവദിക്കില്ല. രണ്ടാമതായി പറയുന്നത് ഒരു വോട്ടെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ അറസ്റ്റ് നടപടി UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾക്കെതിരെ അതിനേക്കാൾ കടുത്തൊരു കാര്യമാണ് പറയുന്നത്. അംബാനിക്കും അദാനിക്കും മാധ്യമങ്ങൾ നടത്താൻ അനുവാദം കൊടുക്കില്ല, അത് പൂട്ടിക്കുമെന്നാണ് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളാണ്, സമൂഹത്തിന് താല്പര്യമുള്ള മാധ്യമങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിൽ പോലും അതിൽ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ടെന്നല്ലേ? ഇത് യാഥാർത്ഥ്യമുണ്ട്. സർക്കാസ്റ്റിക് ആയിരിക്കെ തന്നെ ഒരു രാഷ്ട്രീയം എന്നത് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയങ്ങളാണ്. അതായത് ഓരോ വിഷയങ്ങളും ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഈ രാജ്യസഭ അംഗത്വം നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണ്. റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് രാജ്യസഭ അംഗത്വം കൊടുക്കുന്നത്. ചീഫ് ജസ്റ്റിസ് കൊടുത്തു, രഞ്ജൻ ഗൊഗോയുടെ പീരീഡ് കഴിഞ്ഞുള്ളൂ. അത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കാര്യമായ സംശയം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അതിൻ്റെ അകത്ത് ഉന്നയിക്കുന്ന പോയിന്റ്. സർക്കാസ്റ്റിക് ആണെങ്കിൽ അവർ പറയുമ്പോൾ ആ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. കാര്യം ഒരു കൂളിംഗ് പീരീഡ് വേണമെന്നും ഒരു ജോലി വിരമിച്ചാൽ പിറ്റേ ദിവസം സർക്കാരിന് മറ്റു ജോലി എടുക്കരുതെന്നുള്ളൊരു ഒരു ചർച്ച ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ചർച്ചയുണ്ട്. ആ ചർച്ചയോട് ബഹുജനങ്ങൾ യോജിച്ചിരിക്കുകയാണ്. അതാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വോട്ട് ചോരിയെ ബന്ധപ്പെട്ട വിവാദം ഇന്ത്യയിലുണ്ട്. അതിനെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അതിനെക്കുറിച്ച് പ്രതിഫലനത്തിൻ്റെ അകത്ത് കാണാം. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയം
അത് അതിൻ്റെ അകത്ത് മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവരൊന്നും ആരും തന്നെ ഈ ചെറുപ്പക്കാരും തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമോ ഭാഗവുമല്ല. അതിൻ്റെ ഒന്നുമല്ല. ഇപ്പോൾ ഈ ഇത് തുടങ്ങിയ ആൾ AAP ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളാണ്. AAPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ. പക്ഷേ ഇതിൽ വന്നു ചേർന്ന ആൾക്കാരൊന്നും അങ്ങനെ രാഷ്ട്രീയ ഇതുള്ളതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏജൻസി പണി ചെയ്തു വരുന്ന ആൾക്കാരല്ല. അവരൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ചായ്വുണ്ട്. രാഷ്ട്രീയ ചായ്വ് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. ആ രാഷ്ട്രീയ ചായ്വ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയമാണ്. ആ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അത് ഇന്ത്യയിലൊരു കൺസേണായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചതിനപ്പുറം സമൂഹത്തിൽ ചെറുപ്പക്കാർ വിശ്വസിക്കുന്നു ഈ കാര്യം. അവർ പല പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കാര്യം അങ്ങനെ വർത്തമാന സ്ഥിതിയിലൂടെ കടന്നു പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പറയുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട്, അപ്പോൾ നമ്മുടെ ഈ വളർച്ചാ നിരക്കിലുണ്ടാവുന്ന പിന്നോട്ടിനെക്കുറിച്ചൊക്കെ ഒരു സൂചന നൽകുകയാണ്. ഇതിൻ്റെയൊക്കെ അനുഭവസ്ഥരാണ് ഈ ചെറുപ്പക്കാർ. കാര്യം തൊഴിലില്ലായ്മ വലിയ തോതിലുണ്ട്. അതെ, വലിയ തോതിലുള്ള ഈ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഇപ്പം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളൊരു ക്യാമ്പയിൻ അവർ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗവൺമെൻറ്റിലുള്ള അവിശ്വാസം, ആ സംതൃപ്തി വലിയ തോതിൽ പ്രകടമാകുന്നു. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ അവർ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ വിഷയത്തിലൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമൊക്കെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾക്ക് കടന്നു വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നത്. പുതിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എല്ലാവിധ ഓറിയൻറ്റേഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പലതും വിഘടിച്ച് നിൽക്കുകയാണ്, അവർ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും അവരുടെ അഭിപ്രായം ജനാഭിലാഷം അവർ പ്രകടിപ്പിക്കുന്നില്ലെന്ന് തോന്നൽ കൊണ്ടാണല്ലോ ഇതുണ്ടാവുന്നത്. എന്ന് വെച്ചാൽ വലിയ തോതിൽ ബഹുജനങ്ങളായ യുവജനങ്ങൾ, അവർക്ക് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അവിശ്വാസം കൊണ്ട് ഇതിനകത്ത് കാണാം. അവർ തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നീറ്റുമായി ബന്ധപ്പെട്ട ഈ ക്യാമ്പയിൻ ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉന്നയിക്കായിരുന്നു. അവരവിടെ ആ നീറ്റുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പർ ചോർന്ന ദിവസങ്ങൾ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു, ചില DMK വിമർശനം ഉന്നയിച്ചിരുന്നു ചോദിച്ചാൽ പിന്നീട് അത് ഇവാപറേറ്റ് ചെയ്ത് പോയി. പക്ഷേ ഇതല്ല, ഇത് ലൈവായ വിഷയം നിൽക്കുന്നുണ്ട്. കാരണം എത്രയോ കുട്ടികളെ ബാധിച്ച കാര്യമാണ്. എത്രയോ വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി കഠിന തപസ് ചെയ്ത് പഠിച്ച വിദ്യാർത്ഥികളാണ്. അവർക്കെല്ലാം വലിയ നഷ്ടം സംഭവിക്കാതെ നിസ്സാരമായി കാണരുതെന്നും അതിൻ്റെ ഉത്തരവാദിത്തം ഇവർ ചെറുപ്പക്കാർ ചോദിക്കുന്നൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യ ചരിത്രത്തിലും പല മന്ത്രിമാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളൊരു ഗൗരവമായ വിഷയമാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ അതിൻ്റെ കാര്യം. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അവർ പറയുന്നത്. അപ്പോൾ ആ നിലയിലെല്ലാം ആ നിലയ്ക്ക് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. ഈ സിസ്റ്റത്തെ തന്നെയാണ് ഈ പറയുന്ന കൂറകൾ ആക്രമിക്കുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൻ്റെ തകരാറ് തന്നെയല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും സിസ്റ്റം ശരിയല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ചർച്ച നടന്നിരുന്നു, സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. അപ്പോൾ ഈ സിസ്റ്റം തന്നെ ശരിയാക്കണം എന്നുള്ളൊരു വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഒരു ആഗ്രഹം തന്നെയല്ലേ ഈ സിസ്റ്റത്തിനുള്ള സമരം. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ അവരുടെ വെബ്സൈറ്റ് ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നാണ് കാണുന്നത്. ലേസിയും അൺഎംപ്ലോയിഡും അല്ല, ഈ രണ്ടും സിസ്റ്റങ്ങൾ സൃഷ്ടിച്ചതാണ്. ഈ യുവാക്കൾക്ക് തൊഴിൽരഹിതരായത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. സിസ്റ്റം അപകടത്തിലായിരിക്കുന്നു, സിസ്റ്റത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വിമർശനം ഉന്നയിക്കുന്നതിന് പകരം ചെറുപ്പക്കാരിലേക്ക് കുറ്റം ഉയർത്തിയതാണ് വലിയ വിവാദത്തിന് കാരണമായത്. തെറ്റായ ആ പോയിന്റിങ് തെറ്റാണല്ലോ. കാര്യം സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പ്രശ്നമാണ്. സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽരഹിതരുടെ പ്രശ്നം ഗവൺമെൻറ്റാണ് പരിഹരിക്കേണ്ടതെന്നായിരുന്നു അവിടെ വന്ന വാദം. പക്ഷേ തിരിച്ച് ഈ യുവാക്കളുടെ മേലാണ്. അവർ തൊഴിലില്ലാതെ നടക്കുവാണ്, അവർ ആക്ടിവിസ്റ്റുകളായി മാറുന്നു, അവർ മാധ്യമപ്രവർത്തനം നടത്താൻ പോകുന്നു, സോഷ്യൽ മീഡിയ പ്രവർത്തനം നടത്താൻ പോകുന്നു. ഇങ്ങനെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ മറ്റുള്ളവരെ ആക്രമിക്കുന്നു. ഇതൊക്കെയാണ് വളരെ ഗുരുതരമായ പരാമർശം. വേറെ കാര്യമുണ്ട്, ഒരു തലമുറ വിടവിൻ്റെ അകത്ത് കാണാം. ഈ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഒരാൾക്കാർക്ക്, അത് ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, പല ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ, അവർക്ക് ഈ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപാധി മനസ്സിലാവണം, അവരുടെ വിഷമങ്ങൾ മനസ്സിലാവണം, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും വലിയൊരു വിച്ഛേദമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഈ പുതിയ തലമുറയായിട്ട് ബഹുഭൂരിഷം വരുന്ന കാര്യം ഈ ഡെമോഗ്രാഫിക് അനുസരിച്ച് പുതിയ തലമുറയാണ് ഇന്ത്യ നയിക്കാൻ പോകുന്നത്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുന്നില്ല. അതൊരു യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. ഈ പുതിയ തലമുറയോട്, പുതിയ യുവാക്കളോട് രാഷ്ട്രീയ നേതൃത്വത്തിന് സംവദിക്കാൻ പറ്റുന്നില്ല. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത്. കാര്യം സംവദിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം, ജനാധിപത്യ സംവിധാനം, ആ ചെറുപ്പക്കാരുടെ ആവലാതികൾ, അവരുടെ പ്രശ്നം മനസ്സിലാക്കുകയാണെങ്കിൽ ആരെങ്കിലും അക്കൗണ്ട് പൂട്ടിക്കാൻ പോകും. ആ പ്രശ്നം ഗൗരവമായി കാണാൻ, ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. മറിച്ച് ഏറ്റവും ഏകാധിപത്യപരമായ സമീപനമാണ് സ്വീകരിച്ച് അക്കൗണ്ട് പൂട്ടിക്കുന്ന നിലയ്ക്ക് പോയി.
അത് തിരിച്ചടിയായി മാറും. അത് കൂടുതൽ പ്രതിഷേധങ്ങൾ, കൂടുതൽ അമർഷത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട് പൂട്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ ഒരു ഒഫീഷ്യൽ തന്നെ, ഗവൺമെൻറ് ഒഫീഷ്യൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ വിലക്കിയിട്ടോ നിയന്ത്രിച്ചിട്ടോ ഒന്നും പരിഹരിക്കാവുന്ന വിഷയമല്ല എന്ന് തോന്നണം. അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ, അരക്ഷിതാവസ്ഥ, ഇന്ത്യൻ യുവാക്കളിലുണ്ടായിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 70കളിൽ ഉണ്ടായ പോലെ അതിനേക്കാൾ രൂക്ഷമായൊരു അരക്ഷിതാവസ്ഥ ഇപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതി കൂടി വന്നതോടുകൂടി, സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി കടന്നു വന്നതോടുകൂടി അത് വലിയ തോതിൽ രൂക്ഷമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ്. അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുമെന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പവും ആശങ്കയും ആ ചെറുപ്പക്കാരിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കില്ലേ ഇതൊരു നമ്മുടെ 70കളായിട്ടുള്ള താരതമ്യം, 70കളിൽ തീർച്ചയായും യുവാക്കളുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആ താരതമ്യം ചെറിയ പക്ഷേ ബലവത്തായിരിക്കും. കാര്യം ഇന്ന് പുതിയ പുതിയ കൺസേൺസ് വന്നിട്ടുണ്ട്. കാര്യം ഇന്ന് ഈ സാമൂഹ്യ മാധ്യമം തൊട്ട് അവർക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ആ ശൃംഖലകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വർത്തമാനകാലമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. ജീവിത ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു. ഇപ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ പലതായി ബന്ധപ്പെടുത്തി കാണുന്നുണ്ട്. കാര്യം ഈ യുവജനങ്ങളുടെ സമരം നോയിഡയിൽ നടന്ന തൊഴിലാളി സമരവുമായി ബന്ധപ്പെടുത്തണം. അത് വ്യത്യസ്ത സമരമാണെങ്കിലും ആ തൊഴിലാളി സമരത്തിനകത്ത് പ്രകടമായി വന്ന ആശയം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. രണ്ടറ്റം മുട്ടിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ്. ജീവിത ചെലവുകൾ വർദ്ധിച്ചു, തങ്ങൾക്ക് അതേസമയം വരുമാനം കിട്ടില്ല. അപ്പോൾ തൊഴിലാളികളുടെ അസ്വസ്ഥതയാണ് നോയിഡയിൽ കണ്ടത്. ആ തൊഴിലാളികളുടെ അസ്വസ്ഥത നോയിഡയിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നിൽക്കുകയാണ്. ഈ ലേബർ കോഡിൽ വന്ന മാറ്റം തൊഴിലാളികളെ മുഴുവൻ ബാധിച്ചു. തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വവും ചെറുപ്പക്കാരെ മുഴുവൻ ബാധിച്ചു. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും, അതായത് സമൂഹത്തെ ചലിപ്പിക്കുന്ന ഓരോ വിഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ 1% കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യയുടെ റിസോഴ്സ് മുഴുവൻ 1% അതായത് കോർപ്പറേറ്റ് മുതലാളിമാരിലേക്ക് ചുരുങ്ങിപ്പോയതിനെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതയും അമർഷവും എതിർപ്പും സമൂഹത്തിൽ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈ സമരങ്ങളിലെല്ലാം കാണുന്ന നൈരന്തര്യം കാണാൻ പറ്റും. ഈ നോയിഡൽ ലേബർ സമരം മുതൽ ഈ പ്രതിഷേധത്തിനകത്തൊരു നൈരന്തര്യമുണ്ട്. ഈ നൈരന്തര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങളിൽ അഡാനിക്കും അദാനിക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലുണ്ട്. കാര്യം ഈ മാധ്യമങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യപ്പെട്ടു. തങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല, തങ്ങളുടെ സന്ദേശങ്ങൾ വേണ്ട പോലെ എത്തുന്നില്ല. ഒരു പ്രതിഷേധത്തിൻ്റെ സൂചകമായിട്ടാണ് അതൊരു പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥത പല ഭാഗങ്ങളിലും ഇന്ത്യയിൽ നിൽക്കുന്നതിനെ കുറിച്ച് സൂചന തന്നെയാണ്. നമ്മുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇതിന് വേറൊരു വശം കൂടി ഉണ്ട്. അതായത് ഇത്തരം മൂവ്മെൻറ്റുകൾ ഒരു പക്ഷേ സാമൂഹ്യ വിപ്ലവത്തിലേക്ക് നയിച്ചേക്കാം, അതല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ആ ഒരു അതിനൊരു വഴിവെട്ടുന്നതായി മാറിയേക്കാം. ഇത്തരം ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഈ വിഷയത്തിൽ തന്നെ 90കളിൽ ഒരു വലിയ യുവജന പ്രക്ഷോഭണം ഇന്ത്യയിലുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ സംവരണ വിരുദ്ധ സമരം ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതിന് വളരെ വലിയ റിയാക്ഷണറി ആയ ഒരു പ്രതിലോമപരമായ ഒരു മൊമെൻ്റായി മാറിയിരുന്നു. ഇനി നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന ആ ജൻസി കലാപങ്ങൾ നടന്നു, അവർ അധികാരത്തിൽ വന്നു. അതിനുശേഷം അതിനെ ഒരുതരം ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്കാണ് ആ ഗവൺമെൻറ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരുതരം മുസ്ലിം വിരുദ്ധതയും അത്തരം സംഗതികളിലൂടെ. അപ്പോൾ അത്തരത്തിൽ വലത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ലോകവ്യാപകമായിട്ടൊരു ഫിനോമിന നമ്മൾ കണ്ടത്, എവിടെയൊക്കെ ജനസഞ്ചയ രാഷ്ട്രീയം ആവിർഭവിച്ചോ ആ ജനസഞ്ചയ രാഷ്ട്രീയം പിന്നീട് അതിൻ്റെ ഗ്ലാമറെല്ലാം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം നഷ്ടപ്പെടുകയും അത് പിന്നീട് കാണുന്നത് വലതുപക്ഷ അധികാരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. എല്ലാ സ്ഥലം അങ്ങനെ. ബംഗ്ലാദേശ് വ്യത്യസ്തമായ അനുഭവമാണ് ഇപ്പോഴത്തേക്ക് കിടക്കുന്നത്. കാര്യം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വന്നു. പക്ഷേ നേപ്പാൾ വ്യത്യസ്തമായ അനുഭവം കാണുന്നത്. ശ്രീലങ്കയിലെ പോലെ തന്നെ വ്യത്യസ്തമായ അനുഭവമാണ്. കാര്യം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അധികാരത്ത് വന്നത്. പക്ഷേ അറബ് വസന്തത്തിന് ശേഷം അവിടെ പല സ്ഥലങ്ങളിലും വീണ്ടും സമഗ്രാധികാര സ്വഭാവമുള്ള ഗവൺമെൻറ് വന്നു. ഇന്ത്യയിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ അന്നാ ഹസാരുടെ സമരം വലിയ ജനസഞ്ചയ സമരമായിട്ട് തുടങ്ങിയത് ആൻറ്റി കറപ്ഷൻ. അതിലും ഈ പറഞ്ഞ പോലെ ആ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൽ അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. പാർലമെൻറ്റ് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു. അന്ന് ഈ ആൻറ്റി റിസർവേഷൻ വിഭാഗക്കാരാണ് കൂടുതൽ പങ്കെടുത്തത്. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നപ്പോൾ പക്ഷേ ആൻറ്റി റിസർവേഷൻ ഈക്വാലിറ്റി എന്ന് പറയുന്ന കെജ്രിവാൾ പോലും അതിൻ്റെ ഭാഗമായി. മണ്ഡൽ കമ്മീഷൻ വിരുദ്ധ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡൽഹി കേന്ദ്രീകൃത മൂവ്മെന്റ്, അതൊരു ഇന്ത്യൻ മൂവ്മെന്റ് ആയിരുന്നില്ല, പാൻ ഇന്ത്യൻ മൂവ്മെന്റ് ആയിരുന്നില്ല, പാൻ ഇന്ത്യയിൽ മൂവ്മെന്റിൽ നിൽക്കാനും പോണില്ല. കാര്യം ശരിയായ കാലത്ത് നടന്ന ശരിയായ സൈലന്റ് റവല്യൂഷൻ എന്ന് വിളിക്കുന്ന ക്രിസ്റ്റഫർ ജെഫർലോട്ട് പറയുന്ന ഇവിടുത്തെ OBC ദളിത് വിഭാഗങ്ങളുടെ മുന്നേറ്റമായിരുന്നു 80കളുടെ അവസാനം കണ്ട മണ്ഡൽ കമ്മീഷൻ അനുകൂലമായിട്ട്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചും കോൺഗ്രസ് ദുർബലപ്പെടുത്തലിലേക്ക് നയിച്ചത്. പക്ഷേ അതിനെതിരെ റിയാക്ഷൻ ആയിരുന്നു അതിനെതിരെ റിയാക്ഷനാണ് നമ്മുടെ BJPയുടെ ഉയർച്ചയും ഈ ആൻറ്റി റിസർവേഷൻ ക്യാമ്പയിനും. അത് പക്ഷേ അതിനെതിരെ, അതായത് പിന്നീട് അന്നത്തെ കാലത്ത് വികസിച്ച് വന്ന ഈ പുതിയ മണ്ഡൽ കമ്മീഷൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പുതിയ കീഴാള രാഷ്ട്രീയം വേണ്ട പോലെ ഫലപ്രദമാവാതെ അല്ലെങ്കിൽ നേതൃത്വം വേറെ കറപ്റ്റ് ആയതുകൊണ്ടാണ് അത് ഇല്ലാതായി പോയത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന കാര്യം വളരെ വ്യത്യസ്തമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജനസഞ്ചയ മൂവ്മെൻറ്റ് റിസൾട്ടാണ്
നരേന്ദ്രമോദി അധികാരത്തിൽ കയറ്റിയത്. പക്ഷേ ഇത് ആ മൂവ്മെൻ്റ് അല്ല, ഇതിന് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അന്നത്തെ മൂവ്മെൻറ്റ് കറപ്ഷൻ അല്ല, മാത്രമല്ല ഇതിൽ വേറൊരു ചോദ്യം ഉണ്ടായി. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരനാണല്ലോ ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് റിസർവേഷനോടുള്ള നിലപാട് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്, ഞാനൊരു ദലിതാണ്, അതിൽ നിന്ന് തന്നെ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് തന്നെ അക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട് വ്യക്തമാണ് എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതിന് ശേഷം ജാതീയമായ വലിയ തരത്തിലുള്ള അവഹേളനത്തിനോ അധിക്ഷേപത്തിനോ ഇരയാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആൻറ്റി റിസർവേഷൻ മൂവ്മെൻ്റ് അല്ല, അതുകൂടെ അസർട്ടീവായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയം കൂടെ അസർട്ടീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അത് വളരെ വ്യക്തമാണ്. കാര്യം നമ്മൾ കാണുന്ന കേജ്രിവാൾ അന്ന് നയിച്ച മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം ആൻറ്റി കറപ്ഷനായിരുന്നു. അന്ന് ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അകത്ത് ആ ഗവൺമെൻറ് അന്ന് ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ് ഒരു 2G നടത്തിയ, അത് പിന്നീട് തല്ലാതെ തെളിയിക്കപ്പെട്ടു. അതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നീട് അത് BJPയുടെ അധികാര അവരോധത്തിലേക്ക് നരേന്ദ്രമോദി പ്രധാന സ്ഥാനത്തേക്ക് വരുന്നൊരു പാത വിരിക്കലായിരുന്നു. അന്നത്തെ ചാനലുകളൊക്കെ അന്നത്തെ ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന കാര്യത്തെ കവർ ചെയ്ത മാധ്യമങ്ങളെല്ലാം പിന്നീട് നമ്മൾ കാണുന്ന നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ് കാണുന്നത്. അവരിന്ന് ആ വഴിയിൽ തന്നെ പ്രവർത്തിക്കുന്ന മിക്കവാറും ആ ചാനലുകൾ കോർപ്പറേറ്റ് ഓൺ ചാനലുകളാണ്. ഇന്നതല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന് ഇത് തുടക്കം തന്നെ പൊളിറ്റിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ നോക്കിയാലും അതുകൊണ്ടാണല്ലോ സർക്കാർ പൂട്ടിക്കുന്നത്. സർക്കാർ തിരിച്ചറിഞ്ഞു ഇതിൻ്റെ ദിശ എവിടെയാണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ആക്ഷേപാസത്തിൻ്റെ അടിയിൽ കിടക്കുന്ന വളരെ കൃത്യമായൊരു പൊളിറ്റിക്സ് ആണെന്നും ആ പൊളിറ്റിക്സ് സർക്കാരിനെതിരാണെന്നും അതൊരു പുരോഗമന രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയത്തിന് കൃത്യമായൊരു ഓറിയൻറ്റേഷൻ ഉണ്ടെന്നും അത് ഇന്ത്യയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെന്നും ആ കാഴ്ചപ്പാട് ഹിന്ദുത്വ കാഴ്ചപ്പാടല്ലെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇപ്പോൾ UAPA പോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അതിൻ്റെ വളരെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് എവിടെ നിൽക്കുന്നു, ആ രാഷ്ട്രീയം ആർക്ക് അനുകൂലമാണ് എന്നൊക്കെ അതിനകത്തുണ്ട്. ഇനി അത് വിപുലീകരിക്കപ്പെടാതിരിക്കാം. പക്ഷേ ഈ ജനസഞ്ചയം ഇതിൻ്റെ അകത്ത് നമ്മൾ സൈബർ മീഡിയയിൽ കാണുന്ന ജനസഞ്ചയം എൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതുസ്ഥലത്ത് വരുമ്പോൾ അത് സർക്കാരിനെ പിടിച്ചു കവന്ന സ്ഥിതിയെത്തും. കാര്യം അത് വലിയതുപോലൊരു നമ്മൾ ടിയാൻമെൻ പോലെ ഒന്നും അടിച്ചമർത്താൻ പറ്റില്ല. കാര്യം ഇത് ബഹുജനങ്ങളാണ് ഇന്ത്യയിൽ വരുന്നത്, ഒരു സ്ഥലത്ത് കേന്ദ്രീകൃത സ്ഥലമല്ല, പല സ്ഥലങ്ങളിലും ഉത്ഭവം. പിന്നെ ഒരു മൂവ്മെൻറ്റ് ആരംഭിച്ചാൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് പല ആൾക്കാരും വന്നു ചേരും, പല ജനവിഭാഗങ്ങളും വന്നു ചേരും, അത് വിപുലീകരിക്കപ്പെടും. അത് സർക്കാരിനെ ഭയപ്പെടുന്ന കാര്യം. അപ്പോൾ ആ ആകുലത സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ ചടുല നീക്കം നടത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം, എത്ര ചടുല നീക്കം ഇതിനെ അതിജീവിക്കുന്ന ഒരു പ്രവണത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല എന്നാണ് ശശി തരൂർ ഉന്നയിക്കുന്നത്. ശശി തരൂരിൻ്റെ വാദമാണ് പ്രതിപക്ഷം മനസ്സിലാക്കുന്നത്. ശശി തരൂർ ഇതിന് ഉപയോഗിക്കണം എന്ന വാക്കൊക്കെയാണ്. അതൊന്നും അത്ര ശരിയാണെന്ന് എനിക്കറിയാം, ഉപയോഗിക്കുക എന്നൊക്കെ വാക്ക് അത്ര ശരിയാണ്. പക്ഷേ ശശി തരൂരിൻ്റെ സന്ദേശം അതാണ്. ഇങ്ങനെ ഒരു അവർഷവും അസ്വസ്ഥതയും നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷം മനസ്സിലാക്കി അതുമായി ഐക്യപ്പെട്ടുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ വിഭാവനം ചെയ്യാൻ പറ്റിയാൽ പ്രതിപക്ഷം തന്നെ നവീകരിക്കാനും പ്രതിപക്ഷത്തിന് ഒരു അധികാര രാഷ്ട്രീയങ്ങളിലേക്ക് പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഈ അഖിലേഷ് യാദവിനെയും മഹുവ മൊയ്ത്രയും പോലുള്ള ആളുകൾ ഇതിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് ഒരു പ്രതിപക്ഷം ഇത് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമുണ്ട്. അല്ല, പ്രതിപക്ഷത്തിനൊരു ഭീതി കാണുമല്ലോ. കാര്യം ഈ മൂവ്മെൻറ്റ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷ അധികാര താല്പര്യങ്ങൾ അകത്ത് നിൽക്കുന്ന മൂവ്മെൻ്റ് അല്ല. കാരണം പ്രതിപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള അവർക്ക് അവരുടേതായ പ്രാദേശിക താല്പര്യങ്ങൾ, അവർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ, അധികാര താല്പര്യങ്ങളുണ്ട്. അത് വിട്ട് അവർ ചെയ്യില്ല. അവർക്ക് ഇത് അങ്ങനത്തെ ഒരു തികച്ചൊരു പാർലമെൻ്ററി വ്യാമുഗ്ധരായ കുറേ ചെറുപ്പക്കാരല്ല. അവർ ദീർഘരാഷ്ട്രീയം കാണുന്നത്, ഇന്ത്യയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് എൻ്റെ അകത്തുണ്ട്. അത് ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ല. പ്രതിപക്ഷം ഇതിനോട് ഐക്യപ്പെടുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള സ്വഭാവമുള്ളതുകൊണ്ടും BJPക്ക് എതിരായ സ്വഭാവമുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ഐക്യം. പക്ഷേ വാസ്തവം നോക്കുകയാണെങ്കിൽ അപ്പുറത്തേക്ക് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അന്തക്ഷോഭം, ആ മൂവ്മെൻ്റ് അന്തക്ഷോഭം പ്രതിപക്ഷത്തിൻ്റെ ദുർബലതയും കൂടി വിളിച്ചതുകൊണ്ടാണ്. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന സിസ്റ്റത്തിനെതിരായിട്ടുള്ളൊരു ആണല്ലോ. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ദുർബലതകളും പക്ഷേ പ്രതിപക്ഷത്തിന് ചെയ്യാൻ കാര്യക്ഷമതയില്ലായ്മയും ഇതിൻ്റെ അകത്ത് അവർ പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷത്തിന് പലതും ഉന്നയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം മൂവ്മെൻറ്റ് അത് ബാഹ്യമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ബാഹ്യമായി ഉന്നയിക്കപ്പെടുന്നത്. ആ സിസ്റ്റം ഔട്ട്സൈഡർ പൊളിറ്റിക്സ് ഇന്ത്യയിലും ലോകത്തും വളരെ പ്രസക്തമായിക്കൊണ്ടിരിക്കുക. ഔട്ട്സൈഡർ പൊളിറ്റിക്സ്, ആ ഔട്ട്സൈഡർ പൊളിറ്റിക്സിൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് കണ്ടറിയേണ്ടത്. പക്ഷേ ഒരു മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യത ഒരു അസ്വസ്ഥയും അമർഷവും സമൂഹത്തിൽ വ്യാപകമാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ. അത് ചെറിയ സ്ഥലത്ത് നിൽക്കുന്നതല്ല, അതൊരു പാൻ ഇന്ത്യൻ ഫിനോമിനാണ്. എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്. തെരഞ്ഞെടുപ്പ് വിധികളെക്കാൾ ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് വിധികളിൽ മാനിഫെസ്റ്റ് ചെയ്യാത്തൊരു സാധ്യതയാണ് തുറന്നിരുന്നത്.
ഒരു കാഴ്ചയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രൂപാന്തരങ്ങൾ എങ്ങനെ സംഭവിക്കും നമ്മൾ കണ്ടറിയാൻ തന്നെ വേണം. പക്ഷേ അതിൻ്റെ അടിവരയിട്ട് പറയേണ്ട കാര്യം ഇതാണ്, ഈ ഒരു അസ്വസ്ഥതയും അമർഷവും പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വന്ന വലിയ തരത്തിലുള്ള സാമൂഹ്യ അന്തരം, സാമ്പത്തിക അന്തരം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള മഹാവ്യാധികൾ, സമൂഹത്തിലെ സാധാരണഗതിയിൽ ബാധിക്കുന്ന ഇത്തരം വ്യാധികൾ സമൂഹത്തെ വല്ലതിൽ ബാധിച്ചിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇനിയും ശക്തമാവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയിലെ ഈ അഴിമതിക്കെതിരെയുള്ള സമരം, ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരത്തിൽ വലിയ തോതിലുള്ള യുവാക്കളുടെ സാന്നിധ്യമുണ്ട്. അത് NSUവും SFIയും അതുപോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുള്ളവർക്ക് ആഹ്വാനം ചെയ്തത്. പക്ഷേ ഒരു സംഘടനാ സമരത്തിനപ്പുറത്തേക്ക് അതിനൊരു ഒരു ഒരു സജീവത കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പം നടക്കുന്ന ഈ സമരങ്ങൾക്ക്. അപ്പോൾ അത് ഈ പറയുന്ന ഇവരുടെ ഒരു ആസ്പിരേഷൻസുമായിട്ട് അതിന് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു സുനിൽ ഉപയോഗിച്ച വാക്ക് ആസ്പിരേഷൻസ്. ആ ആസ്പിരേഷൻ, അങ്ങനെ ആസ്പിരേഷൻ ക്ലാസ് ഉണ്ട് ഇന്ത്യയിൽ. അത് ഒരു പുതിയ തലമുറയാണ്. നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ ആ ആസ്പിരേഷൻ ക്ലാസ് ആയിട്ട് മറ്റു രീതിയിലൊക്കെ അവർക്ക് ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും. അവരുടെ സംവേദനം നടത്താൻ പറ്റില്ല. അവരെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ വലിയ തോതിൽ അമർഷം നേരിടുന്നു. ഈ നീറ്റ് പരീക്ഷ അതിൻ്റെ റിസൾട്ടാണ്. ആ തലമുറയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് നീറ്റ് പരീക്ഷയിൽ ലീക്ക് ഉണ്ടാക്കിയത്. എത്രയോ ലക്ഷം കുട്ടികൾ പോയി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ ആഘാതം അവരെ വരുന്നത് ഏൽക്കുന്നത്. ആ ആഘാതം, ആ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു പരീക്ഷ നടത്തി പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അതിന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ ആദ്യ തവണയല്ല ലീക്ക് ഉണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ആ രാഷ്ട്രീയ പാർട്ടി സമരം ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഐക്യവും ആൾക്കാർ യോജിക്കുകയും ചെയ്യും. അത് ഇന്ത്യയിലുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഒരു മറുവശവും അല്ലെങ്കിൽ അതിനെക്കാട്ടും അത് കുറച്ചും കൂടി ശക്തിയിൽ നമ്മളും സാമൂഹ്യ മാധ്യമത്തിൽ ഇന്ന് പ്രകടമായി വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതിനെ രാഷ്ട്രീയം, നമ്മുടെ പതിവ് രീതികൾ അനലൈസ് ചെയ്യുന്ന രീതികൾ അങ്ങനെയാണ്. നമ്മുടെ വ്യവസ്ഥാപിതമായ രീതികൾ ഒന്നുകിൽ അരാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ വലതുപക്ഷത്തേക്കുള്ള ഇതാണ്, വലതുപക്ഷ സ്വഭാവം പുലർത്തുന്നതാണ്. ഇപ്പോൾ ചില വിശകലനങ്ങൾ, വിദഗ്ധന്മാരുടെ ചില വിശകലനങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള അളവുകോലുകൾ വെച്ച് വിശകലനം ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പഴയ വിദഗ്ധർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ 90കൾക്ക് ഉള്ള ടൂൾസായി നടക്കുന്നവരാ. അവരെ സംബന്ധിച്ചിടത്തോളം 90കളിൽ അവരെ കാലം കഴിഞ്ഞു പറഞ്ഞാൽ. അവർ 2022, 2026 അവർ എഴുതുന്നുണ്ട്. അവർ 2022 പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. അവർ പുതിയ പുസ്തകം. പക്ഷേ അവരുടെ ഭാവനയും അവരുടെ ചിന്തയൊക്കെ 90കൾ അവസാനിച്ചു. അവർക്ക് പുതിയ തലമുറയായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ. ഇത് ആദ്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകരിച്ചാൽ പിന്നെ സംവേദനം സാധ്യമാവും. ഇതല്ല, ഇതിൻ്റെ പുറത്തുനിന്ന് ആധിപത്യം നേടാനും ഇതിനെ തിയറൈസ് ചെയ്യാനും പഴയ ടൂൾസായിട്ട് ഇറങ്ങിയിരിക്കുക. പഴയ ടൂൾസ് ചില പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമാവണം. അത് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും ഒരു അകൽച്ചയുണ്ടല്ലോ. അത് അംഗീകരിക്കുന്നത് വൈമുഖ്യം തന്നെയാണ്. ആ ഒരു അകൽച്ച നിലനിൽക്കുന്നുണ്ട്. ആ അകൽച്ചയിൽ നിന്നുകൊണ്ട് ഐക്യപ്പെടാൻ പറ്റും. ആ ഐക്യപ്പെടലാണ് ആവശ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇതിനെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് ഇത് വലതുപക്ഷമാണ് മറ്റാണ് കുറേ, ഇതൊക്കെ ചില എളുപ്പമുള്ള നിഗമനങ്ങളാണ്. അത്ര എളുപ്പ നിഗമനത്തെ നമ്മൾ എന്തുകൊണ്ട് ഇത് സൂക്ഷ്മം ശ്രദ്ധിച്ചുകൂടാ എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനെ അപ്പം തന്നെ സിദ്ധാന്തവൽക്കരിച്ച് വലതുപക്ഷമാണ് മറ്റാണ്. പ്രതീക്ഷ ഒരു സാധനം ജീവിതത്തിൽ വേണമല്ലോ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ ഈ നമ്മുടെ ഈ ഉൾക്കൊള്ളുന്ന ഈ പ്രത്യയശാസ്ത്രത്തെ നവീകരിക്കാൻ ഇത്തരം മൂവ്മെന്റുകൾ തീർച്ചയായിട്ടും നോക്കേണ്ടത്. എല്ലാ അങ്ങനത്തെ മൂവ്മെന്റുകളും നവീകരിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണ്. ആ മൂവ്മെന്റുകൾ നവീകരണ ക്ഷമതയുണ്ടല്ലോ. ആ നവീകരണ ക്ഷമത അംഗീകരിക്കണം. പക്ഷേ ഇത് നമ്മൾ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ മാത്ത്, ഇതിൻ്റെ ഔട്ട്കം നമുക്ക് പറയാൻ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ. പക്ഷേ ഈ മൂവ്മെന്റ് നേപ്പാൾ വെച്ചുകൊണ്ട് ഈ മൂവ്മെന്റ്, അതുപോലെ എല്ലാ മൂവ്മെന്റും ഒരേ യാർഡ്സ്റ്റിക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുന്നത് എന്താണ്? നേപ്പാൾ അത്ര മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമുണ്ട്. അത് രാഷ്ട്രീയമാണ്. കൃത്യമായ രാഷ്ട്രീയത്തിനകത്ത് പറയുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതിന് ശേഷം ഇതായിരിക്കും സംഭവിക്കുക, ഇന്നതായിരിക്കും സംഭവിക്കുക എന്നൊന്നും നിഗമനത്തിലെത്തണ്ട. പക്ഷേ ഇതൊരു മൂവ്മെൻറ്റ്, നമുക്ക് അതിനകത്ത് കുറേ സൂചനകൾ കിട്ടുന്നുണ്ട് സമൂഹത്തെക്കുറിച്ച്. അത് തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വൈവിധ്യമാർന്ന ഒരു ജനസമൂഹമാണ് അതിൽ വന്നിട്ടുള്ളത്. അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരതിൻ്റെ അകത്ത് ഇടപെടുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാവുന്ന കാര്യം ഇതിനോട് വളരെ സൗഹാർദ്ദപൂർവ്വം ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നുള്ള. ആ യാഥാർത്ഥ്യം പുതിയ ചെറുപ്പക്കാരെ അവതരിപ്പിക്കുക യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പഴയ ടൂൾസ് 90കളുടെ ടൂൾസ് വെച്ച് ഇതിനെ അളക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരം ഒരു അക്കാദമി നിഗമനങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് പല ഘട്ടങ്ങളിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും അതായിട്ടാണ് വീണ്ടും ഇറങ്ങുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതല്ല, ഐഡിയോളജിക്കൽ ഹിസ്റ്ററി തന്നെ ബ്രേക്കുകൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ബ്രേക്ക് ഇപ്പം നടക്കുന്നുണ്ട്, ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. പഴയ ടൂളുകൾ വെച്ചിട്ടോ പഴയ കണ്ണട വെച്ചിട്ടോ ഒന്നും ലോകത്തെ ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം പുതിയ തലമുറ അവരുടേതായ കണ്ണട വെച്ചിട്ടാണ്. നമുക്ക് ആലോചിക്കാൻ, നമ്മൾ ട്രിഗറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ വളരെ ആക്ഷേപഹാസ്യം, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പ്രസ്താവനയാണ്. അതൊരു വെബ്സൈറ്റായിട്ടും ഒരു എക്സിൻ്റെ പോസ്റ്റായി മാറുന്നു.
ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ അകത്തുനിന്ന് രാഷ്ട്രീയ മൂവ്മെൻറ്റായി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിനകത്ത് അങ്ങനെ തീരശേഷമുണ്ട്. ഇല്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ യോജിക്കുകയും അതിന് സ്വഭാവം ആർജിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് തൊട്ടുമ്പോൾ എവിടെ പറയാം? അതാണ് പറഞ്ഞത്, നമുക്ക് എല്ലാ പഴയ മൂവ്മെൻറ്റുകളായും താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തെ എല്ലാ മൂവ്മെൻറ്റുകളും ചില താരതമ്യങ്ങളുണ്ടായി. പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തകൾ അംഗീകരിക്കണമല്ലോ. അതെ. അപ്പോൾ ആ വ്യത്യസ്തതയ്ക്കകത്ത് നമ്മൾ പോയതിന് വലതുപക്ഷമാണ്, ഇതങ്ങനെയായി മാറും, ഇതിൻ്റെ ഇങ്ങനെയാണ് മാറും എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം. അതിൻ്റെ അകത്തൊരു നമ്മൾ അതിൻ്റെ ഒരു പ്രത്യാശ എന്നുള്ള സാധ്യത ഉണ്ടല്ലോ. ആ പ്രത്യാശയ്ക്കകത്ത് എങ്ങനെയാണ് മനുഷ്യ സമൂഹം പ്രതികരിക്കുന്നത്, പ്രത്യേക യുവാക്കൾ പ്രതികരിക്കുന്നത്, ആ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് അത് കാണാതിരിക്കുന്നതിന് അത് അങ്ങനെ യാഥാർത്ഥ്യമുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് ഏത് രൂപത്തിൽ രൂപപ്പെടുന്നു അങ്ങനെ നമുക്കൊരു നിഗമനത്തിലോ പ്രവചനത്തിൽ എത്താൻ പറ്റും. അങ്ങനെ പ്രവചിക്കുന്നവർ പല ആൾക്കാരും വാസ്തവം പറഞ്ഞാൽ അവരാണ് വലതുപക്ഷം. അതെ. എന്തായാലും ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇത് സിസ്റ്റത്തിനെതിരായ ഒരു സമരം തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട്. യുവാക്കളായതുകൊണ്ടോ ജെൻസി ആയതുകൊണ്ടോ അവർക്ക് രാഷ്ട്രീയമില്ല എന്നോ ഈ സമരത്തെ അരാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ വലതുപക്ഷമെന്നോ മുദ്രകുത്തി ഇപ്പം തന്നെ അളന്ന് വേലി കെട്ടിത്തിരിക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് ഇന്ത്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു സൂചനയായി തന്നെയാണ്, ലക്ഷണമായി തന്നെയാണ് ഈ മൂവ്മെൻറ്റിനെ കാണേണ്ടതെന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.